അതെ, ഞാൻ തന്നെ പുതിയ തന്ത്രങ്ങൾക്ക് രൂപം കൊടുക്കുകയാണല്ലേ? കൊലക്കേസിൽ കുടുക്കി എന്നെ എന്നേക്കുമായി അങ്ങ് ഒഴിവാക്കി കളയാമെന്ന് വിചാരിച്ചു അല്ലേ? മനസാക്ഷിയില്ലാത്ത റാസ്കൽ. ഓരോ പ്രാവശ്യവും തന്നെയും തന്റെ മകനെയും ജയിലിലാക്കാൻ നോക്കിയതിന് എനിക്ക് കിട്ടിയ പ്രതിഫലം. പ്രകാശ്, നിങ്ങൾ ശബ്ദിച്ചു പോകരുത്. ചതിയുടെയും വഞ്ചനയുടെയും അടിത്തറയിലാണ് താൻ തന്റെ അധോലോക സാമ്രാജ്യം പടുത്തുയർത്തിയിരിക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഓരോരോ തിരിമറിക്കും അപ്പപ്പ കാശ് വാങ്ങിച്ച് സർക്കാരിനെ സേവിക്കുന്ന മാന്യൻ. അധികാര കസേര ഉറപ്പിച്ച് നിർത്താനായിരിക്കും ഈ തെണ്ടികളുടെയൊക്കെ പാവസേവ സാർ നടത്തുന്നത്. മകൾക്ക് എത്രയും പെട്ടെന്ന് വേറെ ചെറുക്കനെ അന്വേഷിച്ചോണം. ഇവനുമായിട്ടുള്ള വിവാഹം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല. ഗോപാലകൃഷ്ണന്റെയും ഗീതയുടെയും കൊലപാതകങ്ങളെ കുറിച്ചുള്ള എല്ലാ തെളിവുകളും എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ 2 കൊലപാതകങ്ങളും നടത്തിയത് ആരാണെന്ന് ഞാൻ പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം. ഇനി എന്തെങ്കിലും ഡേർട്ടി ടാറ്റിക്സിനാണ് ഭാവമെങ്കിൽ ചോരക്കളി എനിക്ക് വശമില്ലെന്ന് ആരും കരുതണ്ട.